ഹലോ എവരിവൺ. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കണ്ണൂരുള്ളത് കണ്ണൂര് പോലീസ് മൈതാനിൽ. അപ്പോൾ ഓണത്തിന്റെ ഭാഗമായിട്ട് ഓണം ഫെയർ എല്ലാവരും നടത്തലുണ്ട്. അപ്പോൾ അങ്ങനെ 2025 ഒരു ഓണം ഫെയർ നടത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. പോലെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാം. നമ്മളെല്ലാവരും നാച്ചുറൽ വാട്ടർഫോൾസ് കുറെ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്നാല് കൃത്രിമമായി ഉണ്ടാക്കിയ വാട്ടർഫോൾസ് കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, നമുക്ക് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കാം എങ്ങനെയുണ്ട്. വിശാലമായൊരു പാർക്കിംഗ് ഏരിയയിലുണ്ട് ഇവിടെ, പക്ഷെ അതിന് ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്നത്. ടിക്കറ്റ് ഒരാൾക്ക് 150 ചാർജ്. അങ്ങനെ അതിന്റെ മുമ്പിൽ നിന്ന് ഒരു ഹോട്ടലിൽ എടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറി. ഇങ്ങനെല്ലാം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര മാർബിള് ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ട് ഇതാക്കിയിരുന്നതായിരിക്കും, പക്ഷെ അതല്ല, ഇത് വാൾപേപ്പർ ഒട്ടിച്ച സംഭവം. നമ്മളാ പാതയിലൂടെ നടന്ന് ഫസ്റ്റ് സെഷനിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നയാഗ്ര വാട്ടർഫോൾസ്. വാവ്! ഇനി നയാഗ്ര വെള്ളച്ചാട്ടം ആരും കണ്ടിട്ടില്ലെന്ന് പറയണ്ട, അത്രയും ഒറിജിനാലിറ്റിയോട് തന്നെയാണ് അവര് ഈ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നോക്കിയാ എന്താ അതിന്റെ ഒരു ഒറിജിനാലിറ്റി. ഇത് കൂടാണ്ട് അതിന്റെ പരിസരം കൂടി ഏകദേശം ആ ഒരു മൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വാൾപേപ്പർ കൊണ്ട് തന്നെ അവര് വേറെയും സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് കണ്ട, കാരണം ആ ഒരു മൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ സൈഡിലെല്ലാം ഇങ്ങനൊരു സംഭവം കൂടി അവർ സെറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു മൂഡ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല അവിടെ പോയി കഴിഞ്ഞാല്. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് പോയി കഴിഞ്ഞാല് മലയും അതുപോലെ ഈ ചെറിയ ചെറിയ മരങ്ങളും കാടുകളൊക്കെ ആയിട്ട് സംഭവം ഉണ്ട്. അതെല്ലാം ഒരു വാൾപേപ്പറിൽ സെറ്റ് ചെയ്ത് വെച്ചോണ്ട് നല്ലൊരു ഫീൽ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മളിപ്പോ ഇനി രണ്ടാമത്തെ സെഷനിലേക്ക് പോയിക്കൊണ്ടുപോകാൻ. രണ്ടാമത്തെ സെഷനിലേക്ക് കയറുമ്പോഴും അവിടെയും വാൾപേപ്പറിന്റെ കളി തന്നെയാണ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല പിക്ചർ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് അടുത്ത വെള്ളച്ചാട്ടം. ഇതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ അടുത്ത് വരെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റും. മറ്റേത് അടുത്ത് നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ടില്ല, അവിടെ ഒരു ബാരിക്കാടെല്ലാം വെച്ചോണ്ട്. ഇതങ്ങനല്ലേ, നമുക്ക് അതിൻ്റെ അടുത്ത് വരെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്ത് ഒരു ഇരിക്കാനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളും റെഡി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് ഈ ലണ്ടനിലെല്ലാം പോയി കഴിഞ്ഞാലുള്ള ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ എല്ലാം ഒരു വാൾപേപ്പർ അവിടെ അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഭംഗിയുള്ള സംഭവം തന്നെയാണ്. അപ്പൊ ഈ വാട്ടർഫോൾസിലും കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോ കിടക്കാൻ പോകുന്നത് ഒരു ആമസോൺ കാടിന്റെ ഉള്ളിലേക്കാണ്. നമ്മള് ആമസോൺ കാടിന്റെ ഉള്ളിലേക്ക് കടന്ന് ഇതിനകത്ത് എന്ന് വെച്ചാല് പലതരത്തിലുള്ള കുറെ പക്ഷികള്, പിന്നെ പക്ഷിക്കൂടുകളെല്ലാം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിലും കാര്യങ്ങളെല്ലാം, ചെടീന്റെ ഇടയിലും കാര്യങ്ങളെല്ലാം ലൈറ്റ് സെറ്റിംഗ് ഉണ്ടാക്കിയിട്ട് നമ്മള് സിനിമയെല്ലാം കാണുന്ന കാടുകളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു സെറ്റപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടവര്. അപ്പോ ഇതാ അവിടെ കണ്ട ഒരു പക്ഷി ചെറുത് അതിന്റെ മുകളിലുണ്ട്. പിന്നെ ഇതാ ഫാനിന്റെ അവിടെ ഉണ്ട്. പിന്നെ താഴെ അവിടെയൊക്കെ ഉണ്ട്. പിന്നെ പലതരം കോഴികള്. ഇത് വെച്ചാൽ കുറച്ച് വിസ്താരമുള്ളൊരു സ്ഥലം കൂടി ആയതുകൊണ്ട് പക്ഷികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കും ആ ഒരു കാടിനകത്തുള്ളൊരു കേറിയ പോലെ നമുക്കുണ്ടാവുക ഇതിൽ വന്നു കഴിഞ്ഞാല്. എവിടെയെല്ലാം ഉണ്ട് ചെറിയൊരു പക്ഷികള്. ആമസോൺ കാർഡിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഫോട്ടോ പോയിന്റാ. വലിയൊരു ഹാർഡ് പോലുള്ളൊരു സ്ഥലത്ത് സൈഡ് മൊത്തം ഈ വാൾപേപ്പർ, നല്ല എന്താ പറയാ, ഒരു ഫോട്ടോ എല്ലാം ഇരുന്ന് ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി കിട്ടുന്നൊരു കുറെ ഫോട്ടോ. അതുപോലെ ഒരു ഏരിയയില് ഫുള്ള് ഫ്ലവറിന്റെ ഒരു സംഭവങ്ങള് ഇരുന്ന് ഫോട്ടോ എടുത്ത് നല്ലൊരു ലുക്കുള്ളൊരു സംഭവങ്ങള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളടുത്തിന് കുറച്ച്
ഫോട്ടോസ് അടിയിലിരുന്നിട്ട് ഇത് ഞാൻ പറഞ്ഞ ഫ്ലവറിന്റെ ഡമ്മി വെച്ചിട്ട് അതിന്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുക. പിന്നെ 360 ഡിഗ്രി ക്യാമറേന്റെ അവിടെ നിന്നിട്ട് നിന്ന് കഴിഞ്ഞാല് ആ ഫുൾ ഏരിയ നമുക്ക് കവർ ചെയ്യണം. അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. നമ്മള് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് അവിടുന്ന് എന്നിട്ട് നമ്മൾ അടുത്ത സെഷനിലേക്ക് കിടന്നപ്പോ പിന്നെ ഇനി എക്സിബിഷന്റെ ഏരിയ ആണ്, ഫർണിച്ചറിന്റെ ഏരിയ ആദ്യം ഉണ്ടായിന്. ബെഡ്റൂം ഫർണിച്ചർ അവിടെ നിന്ന് ഇവർ ഓർഡർ ചെയ്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് എത്തിക്കുന്ന പരിപാടി എന്ന് തോന്നുന്നു. അങ്ങനെ ഭക്ഷണത്തിന്റെ ഹെൽപ്പ് ഐറ്റംസ്, അങ്ങനെ ഭക്ഷണത്തിന്റെ ഏരിയ, അത് കഴിഞ്ഞ് ഫാൻസി ഐറ്റംസ്, അങ്ങനെ പല തരത്തിലുള്ള ഐറ്റംസ് ഇവിടെ എക്സിബിഷനിൽ അവര് ഫാൻസിന്റെ തന്നെയാണ് ഭൂരിഭാഗം ഉള്ളത്. ഡ്രസ്സിന്റെ ഇത് ഒരു സെഷൻ തന്നെ ഉണ്ട് വേറെ തന്നെ. അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകള്, അങ്ങനെ പല ഐറ്റംസും ഈ എക്സിബിഷനിൽ അവര് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സോളാറിന്റെ ഒരു സെഷൻ ഉണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു ഇത് മെയിനായിട്ട് എക്സിബിഷന് വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ടാക്കിയപ്പോ അതിന് ഒരു മെയിൻ ബോഡി എന്നുള്ള നിലക്ക് ഒരു ക്രിയേറ്റിവിറ്റിയും കൂടി കൊണ്ടുവന്നു എന്തോ. അവിടെയുള്ള എല്ലാ ഐറ്റംസും, മിക്ക ഐറ്റംസ് എന്ന് വെച്ചാൽ 20-30 ആ റേഞ്ചിലുള്ള സാധനങ്ങൾ തന്നെയുള്ളത്. ഫാൻസി ഐറ്റംസ് മൊത്തത്തില് കുറെ സാധനങ്ങളുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറുകള്, എല്ലാ ഐറ്റംസും ഈ എക്സിബിഷന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓണം കൂടിയല്ലേ, അപ്പൊ പിന്നെ ആൾക്കാർ കൂടുതൽ വാങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മള് അടുത്ത സെഷനിലേക്ക് പോകുന്നത് ഫുഡ് കോർട്ട്. കുറെ നടന്നില്ല, ഇനിയിപ്പോ കുറച്ചൊന്ന് ഇരുന്നിട്ട് ചായയും പലഹാരം കഴിച്ചിട്ട് മുന്നോട്ട് നീക്കാന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മള് ഫുഡ് കോർട്ടിലെത്തി. അവിടുന്ന് ഒരു ചായയും പലഹാരെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഗെയിമിന്റെ ഒരു ഏരിയ. പൈസ കൊടുക്കുക, കുറച്ച് ബോർഡ് വാങ്ങുക, എന്നിട്ട് അവിടെയുള്ള സാധനത്തിനെ എറിഞ്ഞു വീഴ്ത്തുക. മൊത്തത്തിൽ വീണ് കഴിഞ്ഞാല് എന്താന്നുള്ളത് അത് നമുക്ക് കിട്ടും അവിടുന്ന്. അങ്ങനെ അതിന്റെ കുറെ ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മള് ഇവിടെ ലാസ്റ്റ് സെഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുവന്ന് ഇനിയാന്ന് കുട്ടികളെ ഒരു ഫൺ പാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവത്തില് എത്തി. ഇവിടെയും പല ഗെയിമുകളുണ്ട്. ബോൾ പൂൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തന്നെ ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടില്ല. പിന്നെ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി, ഗോസ്റ്റ് ഹൗസ്. എനിക്കൊന്ന് പ്രേത ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സംഭവമായിരിക്കും. ഇരുട്ട് മൂടിയിട്ട് അതിനും എക്സ്ട്രാ ചാർജ് നമ്മൾ കൊടുക്കണം. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാല് മറ്റേ അവിടെ എൻട്രിക്ക് വേറെ ഫീസ് തന്നെ ഉണ്ട്. നമ്മൾ പോയത് ഒന്നാമത് വൈകുന്നേരവും പിന്നെ വർക്കിംഗ് ഡേയും കൂടി ആയതുകൊണ്ട് ആൾക്കാർ കുറച്ച് കുറവേനു ആ സമയത്ത്. മിക്ക ആൾക്കാരും ഒരു 6 മണിക്ക് ശേഷമാണ് ഈ ഇങ്ങനെയുള്ള സംഭവത്തിലെല്ലാം വരിക. അതുമല്ല ഒരു ഹോളിഡേ ഇതൊക്കെയാണ്, പിന്നെ കുറച്ചധികം ആൾക്കാരുണ്ടാവും ചെയ്യും. കുറെ അധികം ഗെയിമുകൾ തന്നെ ഉണ്ട് അതിനവിടെ. ഇതെന്ന് വെച്ചാല് പിന്നെ ഇതാ ചെടികള് വെക്കുന്ന ഏരിയ അത്. ഫ്രൂട്ട്സിന്റെയും പിന്നെ ഈ പൂക്കളെ ചെടികള്, അങ്ങനെ കുറെ ഐറ്റംസ് അവിടെ ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മളെ ഈ എക്സിബിഷനിൽ കാണാനുള്ളത്. മെയിനായിട്ട് ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായ 2 വെള്ളച്ചാട്ടം, പിന്നെ ഇതിന്റെ കൂടെയുള്ള കുറെ പിന്നെ ഫ്ലക്സ് അടിച്ചിട്ടുള്ള ഫോട്ടോഷൂട്ട്, പിന്നെ ബേർഡിന്റെ ഇത്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഫുള്ള് മറ്റേ ഇതാണ്, എന്താ പറയാ, നമ്മളെ വിപണന മേഖല ഉണ്ടല്ലോ. നമ്മള് ഒരു ചെറിയൊരു സപ്പോർട്ടിന് തൈയിരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഓണഫെയർ 2025 വല്ല കുഴപ്പമില്ലാന്ന് തന്നെ പറയാം. എന്തായാലും അവധിക്കാലം ഒന്ന് ഫാമിലി ആയിട്ട് വന്നിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനി അടുത്ത ഇതില് നമുക്ക് കാണാം. അപ്പൊ see you.